ലഹരി മാഫിയയുടെ വേരറുക്കാൻ ലക്ഷ്യമിട്ട് നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ കോഴിക്കോട് സിറ്റി പോലീസ് ജില്ലയിലും ശക്തമായി തുടരുന്നു. കഴിഞ്ഞ ഒരു മാസത്തിനിടെ സിറ്റി പോലീസ് ജില്ലാ പരിധിയിൽ മാത്രം 425 പേരെയാണ് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്തത്. ജൂൺ 1 മുതൽ 30 വരെ കോഴിക്കോട് സിറ്റി പോലീസ് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആകെ രജിസ്റ്റർ ചെയ്തത് 396 കേസുകളാണ്. അതിൽ തന്നെ 4 അതീവ ഗൗരവമുള്ള വാണിജ്യാടിസ്ഥാനത്തിലുള്ള ലഹരിക്കടത്ത് കേസുകളും. സിറ്റി പോലീസ് കമ്മീഷണർ AP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ വൺഡേ കോമ്പിംഗ് ഓപ്പറേഷനും വൻ വിജയമായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് 65 കേസുകളാണ് നഗരത്തിൽ നിന്നും രജിസ്റ്റർ ചെയ്തത്. 75ഓളം പേരെ അന്നേ ദിവസം മാത്രം പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന കോംട്രസ്റ്റിന്റെ കാട് കയറി കിടക്കുന്ന ഭൂമി ലഹരി മാഫിയ സംഘങ്ങൾ താവളമാക്കുന്നു എന്ന പരാതിയിൽ പോലീസ് പരിശോധന തുടങ്ങി. അത്തരം സംഘങ്ങൾക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ AP ഷൗക്കത്ത് അലി. എല്ലാ സ്കൂളുകളിലും അവയർനെസ് പ്രോഗ്രാം നടത്താൻ സാധിച്ചിട്ടുണ്ട്. നല്ല പൊതുജന പങ്കാളിത്തം, പൊതുജനങ്ങളുടെ ഒരു സപ്പോർട്ട് ഈ ഓപ്പറേഷൻ തൂഫാൻ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഒരു ദിവസം മാത്രം ഒരു തൂഫാൻ കോമ്പിംഗ് നടത്തി ഒറ്റ ദിവസം മാത്രം ഞങ്ങൾക്ക് 65ഓളം കേസുകളും 70ഓളം പ്രതികളെയും അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു വലിയ പരിധിവരെ ഇത് ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ തൂഫാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കോഴിക്കോടിനെ ലഹരിമുക്ത നഗരമാക്കുക എന്ന ലക്ഷ്യത്തോടെ വരും ദിവസങ്ങളിലും പരിശോധനകൾ കൂടുതൽ കർശനമാക്കാനാണ് സിറ്റി പോലീസിന്റെ തീരുമാനം. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. അമ്മയുടെ സ്നേഹവും പ്രകൃതിയുടെ നന്മയും നമ്മുടെ കുരുന്നുകളുടെ വളർച്ചയ്ക്കായി അസൽ ഏത്തയ്ക്ക പൊടിയുടെ കരുത്തുമായി ഡോക്ടർ ഫുഡിന്റെ ന്യൂട്രി ബനാന പൗഡർ. തലമുറകളുടെ കരുത്തിന് ഡോക്ടർ ഫുഡ് ന്യൂട്രി.